കേരളത്തിലെ ഇലക്ഷൻ വളരെ ഭൂരിപക്ഷത്തോടുകൂടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. 140 സീറ്റുകളിൽ 102 സീറ്റ് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഇപ്രാവശ്യം കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. എന്നാൽ ഈ അധികാരം കയ്യിലേക്ക് വന്നപ്പോൾ പലർക്കും അതിൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം വന്നു. സ്വാഭാവികം, അതിൽ സീനിയറായ ആളുകൾ ഉണ്ട്. എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ വി ഡി സതീശനായിരുന്നു സ്ഥാനമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ MLA-മാരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും മറ്റ് ആർക്കും ആ സ്ഥാനം ലഭിക്കാതെ ജനപിന്തുണ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇത്രയധികം സ്ഥാനം പിടിക്കാൻ വി ഡി സതീശന് എങ്ങനെ സാധിച്ചു എന്നാണ് സത്യത്തിൽ ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വന്നുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ കൃത്യമായ രീതിയിലുള്ള ചടുലമായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുവാനും ഭരണപക്ഷത്തെ വിറപ്പിക്കുന്ന ഒരു വി ഡി സതീശനെയാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പല വിഷയങ്ങളും അത് ജനങ്ങൾക്ക് തന്നെ ബോധ്യമാണ് അദ്ദേഹം പറയുന്നത് ശരിയാണെന്നുള്ളത്. അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്നുള്ളതാണ്. അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂകൾ ഞാൻ കാണാനിടയായി. അദ്ദേഹത്തിന് കേരളത്തോടുള്ള കാഴ്ചപ്പാട് എല്ലാ നിലയിലും എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടും നിലപാടുകളുമുള്ള ഒരു നല്ല ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കും പോലെ തന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ആളുമല്ല, രാഷ്ട്രീയ വീക്ഷണമുള്ള ആളുമല്ല. എങ്കിൽ പോലും ഈ സാധാരണക്കാരായ എനിക്ക് പോലും അദ്ദേഹത്തോട് ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഉള്ള ജനഹൃദയങ്ങളിലേക്ക് വി ഡി സതീശന് സ്ഥാനം പിടിക്കാൻ സാധിച്ചത്. അദ്ദേഹം ഒരു നല്ല ഒരു ഭരണാധികാരിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് MLA-മാരുടെ ഭൂരിപക്ഷങ്ങൾ ഉണ്ടായിട്ട് പോലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ജനവികാരം മനസ്സിലാക്കി ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ വാഹനം വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പുതിയ വാഹനം വേണ്ട, പഴയ വാഹനം തന്നെ മതി. അദ്ദേഹം ഒരു സന്ദേശം കൊടുക്കുകയാണ് കീഴ്ഘടകത്തിലേക്ക്. അദ്ദേഹം പുതിയ വാഹനം വാങ്ങിയാൽ മറ്റുള്ള മന്ത്രിമാർക്ക് വാഹനം വേണം, പോലീസ് മേധാവികൾക്ക് വാഹനം വേണം. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് വലിയൊരു ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടാക്കി തീർക്കുന്നത്. അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിൽ മാറ്റങ്ങൾ വരുത്തുവാൻ, അതിൻ്റെ മോടി പിടിപ്പിക്കുവാൻ, അതിനും വലിയൊരു തുക ഈടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതൊന്നും അദ്ദേഹം തടയിട്ടു. അതുപോലെ തന്നെ സെക്യൂരിറ്റി, അതിലും അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റോഡിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കണം. ഒരു സാധാരണക്കാരായ ഒരു വ്യക്തി ജനങ്ങളോട് സംവദിക്കും പോലെയാണ് ഒരു മുഖ്യമന്ത്രിയായ ഒരു വ്യക്തി സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു മതിപ്പും ബഹുമാനവും ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമാണ്.
പക്ഷേ എങ്കിലും ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട്. അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ഈ കേരളത്തെ ഉയർച്ചയിലേക്ക് വരുവാൻ എല്ലാ കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവുള്ളൊരു കൃത്യമായ ഒരു നേതാവാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും എല്ലാ MLA-മാരോടും പറയാനുള്ളത്, നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇലക്ഷനിൽ ടീം UDF എന്ന പേരിൽ നിങ്ങൾ നിന്നതുപോലെ ഭരണത്തിലും ടീം UDF ആയി നിന്നുകൊണ്ട് നിങ്ങൾ ഭരണം നടത്തിയാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാനും അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ കൃത്യമായി ജനങ്ങൾ നിങ്ങളെ മറക്കില്ല. നിങ്ങൾ അവരെ മറക്കാതിരുന്നാൽ അവർ നിങ്ങളെ മറക്കില്ല എന്നുള്ള ഒരു വാക്ക് അതെല്ലാവരും ഞാനല്ല, എല്ലാ ജനങ്ങളും നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് കൃത്യമായി മാക്സിമം നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരു സർക്കാരായി മാറുവാൻ എല്ലാ MLA-മാർക്കും മന്ത്രിമാർക്കും പ്രത്യേകിച്ച് VD സതീശനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.